ഇത് ഭ്രമയുഗ. അഭിനയത്തിനോടുള്ള അടങ്ങാത്ത ആർത്തിയുള്ള ഒരു മനുഷ്യന്റെ സാധാരണമാം വിധമുള്ള അസാധാരണമായ പ്രകടനം. ഭ്രമയുഗം എന്ന ട്രെയിലർ കണ്ടു തീർന്നപ്പോൾ മനസ്സിൽ തോന്നിയത് അതാണ്. മെഗാസ്റ്റാർ അഥവാ മെഗാ പെർഫോമർ എന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ രോമം വരെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞ ഒട്ടും കൂടുതലാവില്ല. എന്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ആ ഒരു ട്രെയിലറിന്റെ അവസാനം കണ്ടപ്പോൾ. ശരിക്കും ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള അവസ്ഥയോർത്ത് ശരിക്കും ഞെട്ടി. ഒപ്പം മമ്മൂട്ടിയോട് അഭിനയിച്ച് മത്സരിക്കുന്ന അർജുൻ അശോകന്റെ ആ ഒരു പെർഫോമൻസും, ഒപ്പം സിദ്ധാർത്ഥ് ഭരതന്റെയും ഒരുപക്ഷെ ശക്തമായ ഒരു പ്രകടനം ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരു ട്രെയിലറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. ഒരു പിടിയും തരാതെ എന്നാൽ ദുരൂഹതകളും നിഗൂഢതകളും നിറച്ച് പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവമായി മാറാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ, ഒരുപക്ഷെ മലയാള സിനിമയുടെ ഗതി മാറ്റാൻ പോകുന്ന ഒരു സൂപ്പർ എക്സ്പീരിയൻസ് തരാൻ പോകുന്ന ഒരു ഹൊറർ ചിത്രം. അതായിരിക്കും സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഭ്രമയുഗം. മുൻപ് വന്ന ടീസറും ഇപ്പോൾ വന്നിരിക്കുന്ന ട്രെയിലറും അത് തന്നെയാണ് വീണ്ടും വീണ്ടും സൂചനകളായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ട്രെയിലറിലൂടെ ഒരു കാഴ്ചക്കാരനായി കടന്നു പോകുമ്പോൾ ഒരുപാട് സംശയങ്ങളും ആകാംക്ഷകളുമാണ് തോന്നിയത്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം കുഞ്ഞമ്മൻ പോറ്റി എന്ന കഥാപാത്രമാണെന്നൊരു സൂചന ഓൺലൈൻ മാധ്യമങ്ങളിൽ പലയിടങ്ങളിലും കണ്ടിരുന്നു. ആരാണ് കുഞ്ഞമ്മൻ പോറ്റി? ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുള്ള കുഞ്ഞമ്മൻ പോറ്റി ആണെങ്കിൽ ആ കഥാപാത്രം കടമറ്റത്ത് കത്തനാരുടെയും കള്ളിയങ്കാറ്റ് നീലിയുടെയും ഒക്കെ കാലത്ത് അല്ലെങ്കിൽ ആ ഒരു കഥകൾ നടന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. സകല ശാസ്ത്രങ്ങളും സകല വേദങ്ങളും പഠിച്ച ഒരു മന്ത്രവാദി എന്നാണ് കുഞ്ഞമ്മൻ പോറ്റിയെ പറ്റി പറയുന്നത്. ഭദ്രകാളിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ മഹാനായ മന്ത്രവാദി, അതാണ് കുഞ്ഞമ്മൻ പോറ്റി. അദ്ദേഹത്തിന്റെ കഥാപാത്രമായിരിക്കുമോ മമ്മൂട്ടി അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു റഫറൻസ് വെച്ചുള്ള കഥാപാത്രമായിരിക്കുമോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന നോവലിലെ കോരപ്പാപ്പനായിട്ടും ഇതിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. അതിന് കാരണം ചിത്രത്തിന്റെ സംഭാഷണം എഴുതിയിരിക്കുന്നത് TD രാമകൃഷ്ണൻ എന്ന ഫ്രാൻസിസ് സിറ്റിക്കോരയുടെ രചയിതാവ് തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറി ചിത്രത്തിലെ കഥാപാത്രം ഒരു വ്യത്യസ്തമായ ഒരു ദുർമന്ത്രവാദിയോ അതല്ല എങ്കിൽ അർജുൻ അശോകന്റെ മനസ്സിന് തോന്നുന്ന ഒരു ഡില്യൂഷനോ ആയിരിക്കുമോ എന്ന സൂചനയും ട്രെയിലർ നൽകുന്നു. അതല്ല എങ്കിൽ അർജുൻ അശോകൻ ചെന്നുപെടുന്ന ലൂപ്പ് നിയന്ത്രിക്കുന്ന ഒരു കാരണവർ, അതല്ല എങ്കിൽ ഒരുപക്ഷെ അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് തോന്നുന്ന അയാളുടെ തന്നെ പല മാനസിക തലങ്ങൾ മറ്റൊരു കഥാപാത്രമായി അയാൾക്ക് തോന്നുന്ന മതിഭ്രമം ബാധിച്ച ഒരവസ്ഥ. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കുമോ എന്ന സൂചനയും ട്രെയിലർ നൽകുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണും. ഇതിലേതെങ്കിലും ആണെങ്കിലും അതല്ല പുതിയ മറ്റെന്തെങ്കിലും ആണെങ്കിലും ഒന്നുറപ്പാണ്, പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തതയാർന്ന ഒരു വമ്പൻ ഹൊറർ അനുഭവം തന്നെയായിരിക്കും. കാരണം സംവിധായകൻ രാഹുൽ സദാശിവനാണ്. ഒപ്പം മമ്മൂട്ടി എന്ന അഭിനേതാവിന്റെ ഞെട്ടിക്കാൻ പോകുന്ന കുറേയേറെ അഭിനയ മുഹൂർത്തങ്ങളും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ചിത്രം എത്തുന്നത്. ഒപ്പം ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങളും പ്രേക്ഷകർക്ക് ആ ഒരു ഫീല് നൽകുമെന്ന് ഉറപ്പാണ്. മികച്ച ഛായാഗ്രഹണവും വ്യത്യസ്തമാർന്ന സൗണ്ട് ട്രാക്കും തന്നെയാണ് ചിത്രത്തിന്റെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വശം. ചിത്രത്തിന്റെ കഥയും മേക്കിങ്ങും കൊണ്ടും പ്രേക്ഷകരെ ഭ്രമിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ഭ്രമയുഗത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഫെബ്രുവരി 15-ന് ഭ്രമയുഗം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമയുടെ മറ്റൊരു യുഗപ്പിറവി തന്നെ ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.